നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. പ്രിയ സുഹൃത്തുക്കളെ, കുതിരാനിലാണ് ഏറെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കുതിരാൻ പഴയ റോഡ് NH 544 അല്ലെങ്കിൽ NH 47 ആയിരുന്ന റോഡ്. ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് കാട്ടാനയുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു 2-3 ആഴ്ചയായിട്ട് ഇവിടെ സ്ഥിരം അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആക്രമണങ്ങൾ, വാച്ചറെ ആക്രമിച്ചു, അതുപോലെ തന്നെ ഫോറസ്റ്റ് ജീപ്പ് ആക്രമിച്ചു. അപ്പോൾ അതൊക്കെ വലിയൊരു വിഷയങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ശശീന്ദ്രൻ, വനംവകുപ്പ് മന്ത്രി, ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിങ്ങിലാണ് എല്ലാവരും. അതാണ് അവർ പറഞ്ഞിരിക്കുകയാണ്. കുതിരാൻ തുരങ്കം, ഇരട്ടത്തുരങ്കം നിലവിൽ വന്നതോടുകൂടി പ്രദേശത്തിന്റെ ഭൂഘടനയിൽ തന്നെ മാറ്റമുണ്ടാകും. പ്രദേശവാസികൾക്ക് ജനവാസ മേഖലകളിലെ നിരന്തരം കാട്ടാന ഇറങ്ങി ശല്യമുണ്ടാക്കുകയും ചെയ്യുന്നു. കൃഷിനാശമുണ്ടാകുന്നു, ആളുകൾക്ക് അപകടം പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് വാച്ച് ബിജുവിന് ഈ നിൽക്കുന്ന മന്ത്രിയടക്കം ആളുകൾ സന്ദർശനം നടത്തുന്ന പ്രദേശത്ത് വെച്ച് കാട്ടാനയിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. മുമ്പ് കുത്തിക്കൊലപ്പെടുത്തൽ നടത്തിയെങ്കിലും ബിജു ഭാഗ്യം കൊണ്ട് ജനങ്ങളെ നിരന്തരം പ്രദേശത്ത് ഉണ്ടായി. ജനവാസ മേഖലയിലൂടെ തന്നെ സ്ഥലങ്ങളടക്കം നശിപ്പിച്ചുകൊണ്ട് ആന ഇറങ്ങുന്നു. അവിടെയാണ് നീക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ക്യാമറ അടക്കം സെന്ററിലൊന്നുമല്ലല്ലോ, നിന്നാലെ പട്ടപ്പകല് 2 മണിക്ക് എന്റെ പറമ്പിൽ നിൽക്കുന്നുണ്ട്. 2 മരം മൂന്നിട്ടിട്ടുണ്ട്, ഒരു തെങ്ങ് മറിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നില്ല, സത്യമാണ് സാറേ, സത്യമാണ്. റോഡ് പോയ പിന്നെ എങ്ങനെ ഉണ്ടാവണതാ ഈ റോഡ്? എന്ന് ഇത് ഇങ്ങനെ ആയിട്ട് അങ്ങനെ അല്ല സാർ, ഈ ആന സാർ ഈ ആന ഒത്തിരി അക്രമകാരിയായ ആന. എൻ്റെ പേര് സുനിൽ, ഞാൻ കോൺഗ്രസിന്റെ ഇവിടുത്തെ വാർഡ് പ്രസിഡന്റാണ്. എല്ലാവരും അല്ല, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. കാര്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നത്തിന് ഈ ആന ഇവിടെ ഈ ഒരു ആന ഇത്തിരി അക്രമകാരിയാണ്. അതായത് 1 വർഷം മുമ്പ് എൻ്റെ വീട്ടിന്റെ മതിലും കളഞ്ഞ് ഇറങ്ങിയ ആനയാണിത്. 1 വർഷം മുമ്പ്. അപ്പൊ ഇതിനെ ഇവിടെ നിന്ന് മാറ്റി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ, റോഡ് തുറക്കലും കാര്യങ്ങളും അതേസമയത്ത് ഇപ്പോഴുള്ള ഒരു പ്രശ്നത്തിൽ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായി നമുക്ക് ഈ ആനേനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ എന്തെങ്കിലും? ഈ ഒരു ആനയാണ് പ്രശ്നം. അതിനെ പറയാം. അപ്പൊ നമുക്ക് അതാണ് ഇപ്പൊ ഒരു അടിയന്തര പരിഹാരം വേണം. 1, 2 ദീർഘകാലാടിസ്ഥാന പരിഹാരമാണ്. ഇതെന്താണെന്ന് ഒരു ദിവസം വരെ ഞാൻ ആലോചിക്കട്ടെ. അതിൽ എന്തായാലും നിങ്ങളിങ്ങനെ പേടിപ്പിച്ച് വിടാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് കടന്നുറങ്ങണല്ലോ. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ എന്തൊക്കെയാ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് നമുക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ പ്രവർത്തിയാക്കാൻ പറ്റുമോ? ഞങ്ങൾ ഒരു നിർദ്ദേശം പറഞ്ഞോട്ടെ സാറേ. പിന്നെന്താ, ദീർഘകാലം വേറെ ഒരു വിഷയം. ഇപ്പം അടിയന്തരമായിട്ട് ഇപ്പം മറു സൈഡിൽ ഒരു 8 കിലോമീറ്ററോളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന അങ്ങോട്ട് കടന്നത് ജനവാസ മേഖലയിലേക്ക് വരും. ഇതിപ്പോൾ ഒരു സൈഡിൽ വന്ന് അടുത്ത സൈഡിലേക്ക് പോയി ടച്ച് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ട് ആന പ്രശ്നം ഉണ്ടാകുന്നത്. 2 സൈഡും ക്ലോസ് ആയാൽ പിന്നെ ഞങ്ങളുടെ മേഖലയിലേക്ക് ഈ ശല്യം ഉണ്ടാകില്ല. അപ്പോൾ ഒരു സൈഡിൽ വാഴാനി വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു സൈഡ് ഒന്നും ചെയ്തിട്ടില്ല. അതാണിപ്പം നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്.
ഇല്ല 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 അല്ല ശ്രദ്ധയപ്പെടുത്തിയെന്ന് മാത്രം. ഇതാണ് നിങ്ങളുടെ പ്രശ്നത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അതിനുള്ള നടപടികൾ ഈ ക്യാമറയിൽ നിന്ന് ഇവിടെയുള്ള DFO ഓഫീസിലെ ഉദ്യോഗസ്ഥരെ അപ്പോൾ അവർക്കും ഇടപെടാൻ പറ്റും, പിന്നെ ഇവിടെയുള്ളവർക്കും ഇടപെടാൻ പറ്റും. മൂന്നാമത്തത്, ഇവിടെ പരിചയസമ്പന്നന്മാരായ കുറച്ച് വാച്ചർമാരെ കുറച്ച് നാളത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരിചയമായത് വരുന്നവരെ ഒരു ചെറിയൊരു റീഡിപ്ലോയ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ എത്തിക്കാൻ നോക്കുക. 3, ഈ RRT വേണം. RRTക്ക് വണ്ടി ഇപ്പം നമ്മളെ MLA കൊടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഇവർക്ക് വേണ്ടിയാണ് ആ വണ്ടി. ആയിക്കോട്ടെ, ശരി, വണ്ടി നശിപ്പിച്ചു കളഞ്ഞു സാർ. ആയിക്കോട്ടെ. മൃഗങ്ങളല്ലേ, നമ്മൾ പറഞ്ഞ പോലെ കേൾക്കും അവർ. നിങ്ങളോട് എനിക്ക് പറയാം, ആനയോട് എനിക്ക് വർത്തമാനം പറയാൻ പറ്റുമോ? ശരി, എന്നാൽ പിന്നെ സന്തോഷം. എല്ലാവരെയും കണ്ടതിൽ ഇതൊന്ന് നിങ്ങളെല്ലാം കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. കാരണം ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല അതിലെയാണ് പോകുന്നത്, അതിനായിട്ട് പ്രത്യേകിച്ച് വരണ്ടല്ലോ, നിങ്ങളെല്ലാം കാണാമല്ലോ. ഇവരവിടെ വെച്ച് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പറയുന്നില്ല, ഇവർ കണ്ടിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞു, ഒരു പത്രക്കാരോട് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെയായിരിക്കും ഞങ്ങൾ ചെയ്യുക. ഈ കാര്യം മാത്രമല്ല, എല്ലാ കാര്യവും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് വരാനും ഞങ്ങളുടെ വിഷയം കേൾക്കാനും ഒക്കെ മനസ്സ് കാണിച്ചതിന് വലിയ സന്തോഷം. ഒപ്പം ഈ പ്രദേശം മൊത്തം സാറേ ഈ ആനയുടെ വലിയ ശല്യമുണ്ട്. ഫെൻസിങ് ഒക്കെ മൊത്തത്തിൽ ബലപ്പെടുത്താൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ് രാജൻ നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ഈ വിഷയത്തിൽ ഫോറസ്റ്റുകാർ ഇടപെടുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ആനകളുടെ ശല്യം ജനങ്ങൾ അനുഭവിക്കുകയും ഒരു വാച്ചർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ വനം വകുപ്പിലെ ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയിലും നാട്ടുകാരോട് പ്രതിബദ്ധതയുള്ളൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും 2 കാരണങ്ങളാലാണ് ഞാനിവിടെ വന്നത്. ഇവിടുത്തെ പ്രശ്നം തുടക്കം കുറിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സഞ്ചാരപഥത്തിനും യാത്രാ കാര്യങ്ങൾക്കും മാറ്റം സംഭവിച്ചതിനെ തുടർന്നാണ്. നേരത്തെ ഉണ്ടായിരുന്നത് കാടുമായി ബന്ധപ്പെടുമ്പോൾ വന്യജീവികളുണ്ടാകുന്നുള്ള പൊതുവെയുള്ളതാണ്. പക്ഷേ ഇത് വന്നപ്പോൾ അവരുടെ സുഗമമായ യാത്രക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. നേരത്തെ NH-ലൂടെ ഈ പറഞ്ഞ പോലെ കടന്നു പോകുന്നതിന് തടസ്സമുണ്ടായിരുന്നു. ഇപ്പം NH പോയി ഇവിടെ ഇതിൻ്റെ ആനകൾ കരുതുന്നത് ഇതിൻ്റെ അഡ്ജേണിങ് ഫോറസ്റ്റ് തന്നെയാണെന്നാണ്. അവരുടെ സുഗമമായ യാത്രക്ക് ഇവിടെ എത്തുമ്പോഴും വേലിയുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് സംരക്ഷിക്കുന്നതിന് ഒരു റെയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫെൻസിങ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് IIT അതിൻ്റെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നത്ര വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം കുറച്ച് സമയമെടുക്കും. ടെൻഡർ ചെയ്ത് അങ്ങനെയുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ, ആ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി അത് നല്ല ഒരു ആശ്വാസം ഈ പ്രദേശക്കാർക്ക് കിട്ടുമെന്നാണ് കരുതുന്നത്. പിന്നെ ഇപ്പോൾ ഉണ്ടായ കാര്യത്തിൽ നിരീക്ഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. അതിന് ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കും, വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കും, പെട്രോളിംഗ് ശക്തിപ്പെടുത്തും. ഇവിടുത്തെ നാട്ടുകാരുൾപ്പെടെ, ജീവനക്കാർ മാത്രമല്ല നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെട്ടതുപോലെ RRTകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം റിവ്യൂ ചെയ്ത് നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് അതാത് ഘട്ടത്തിൽ ആലോചിക്കും. നിങ്ങൾ ഇവിടുത്തെ MLA ദിവസേന എന്നോളം ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നുള്ള അദ്ദേഹമാണ്. ഇത് രാവിലെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹമാണ് ഇന്ന് RRTക്ക് ഒരു വാഹനം 4 മണിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായി കൂടി ആലോചിച്ച് ദൈനംദിനമായി ഒരു പരിശോധനയോ ഒരു ആലോചനയോ നമുക്ക് നടത്തുന്ന ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. പോലീസിൻ്റെ സഹായം കൂടി തരാൻ പറ്റും. ഇനി നമുക്ക് കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഈ ആനകളെ അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ശ്രമങ്ങളും പറയാൻ ഇപ്പോൾ നമ്മളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ ഒറ്റയാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താ ചെയ്യുക? ഒറ്റയാൻ ഇതിൻ്റെ പിടിക്കാനില്ല. അപ്പോൾ അതിനാണ് കുങ്കിയാനെ ആവശ്യമുണ്ടെങ്കിൽ കുങ്കിയാനയെ കൊണ്ടുവരുന്നുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇവരുടെയൊക്കെ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങളാണോ നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്തു കൊടുക്കാൻ കഴിയുക, അതിലൊക്കെ ഒരു പോരായ്മ കൂടെ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2 കൂടുതൽ എന്താണ് വേണ്ടത്? ഈ 2 ഘട്ടങ്ങളിലായി ഇതിന് പരിഹാരം കാണാൻ തീർച്ചയായും എനിക്ക് നേരിട്ട് ഇത് അനുഭവപ്പെട്ടതുകൊണ്ട് ഞാൻ പരമാവധി ആ കാര്യത്തിൽ നല്ല നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങളിലൂടെ ഈ പ്രദേശത്തെ ആളുകൾക്ക്, ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്, ഇവിടെ ജീവിക്കുന്നവരുണ്ട്. ഒരമ്മച്ചിയാണ് എന്നെ ആദ്യം ഇങ്ങോട്ട് വാ
ഈ അമ്മച്ചിയാണ് എന്നോട് സംസാരിച്ചത്. അമ്മച്ചി വളരെ വളരെ നല്ല നിലയിൽ ആ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബഹളമൊന്നും വെക്കാതെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞാലാണ് നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്കും ഇപ്പം MLA-മാർക്കും മന്ത്രിമാർക്കും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ. അത് പല സ്ഥലത്തും വെറുതെ വെള്ളം വെക്കുന്ന അപ്പോൾ എന്താണെന്നായിരിക്കും മനസ്സിലാവില്ല. എന്നിട്ട് അവിടെ നിന്ന് തടി രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു രക്ഷ ഇതങ്ങനെയല്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതല്ല, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. മന്ത്രിയുടെ സന്ദർശനത്തിൽ സന്തോഷമാണല്ലേ? നന്ദി സാറേ, വലിയ നന്ദി, സന്തോഷം. അങ്ങനെ ഒരു വലിയൊരു മാധ്യമപ്പടയും അതുപോലെ തന്നെ ജനങ്ങളുടെ ആശങ്ക തീർക്കുന്നതിനുമായിട്ട് ഇവിടെ തടിച്ചുകൂടിയ ആളുകളുടെ ആശങ്ക തീർക്കും വിധം ആണ് മന്ത്രി ഇവിടെ സംസാരിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാം തന്നെ ഇവിടെ പ്രിയ സുഹൃത്തുക്കളെ അവർക്കും ഒരു നന്ദി പറയുകയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഈ കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിനായിട്ട് നമ്മുടെ ജനപ്രതിനിധി അല്ലെങ്കിൽ മന്ത്രിമാർ അടങ്ങുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ റോഡ് ചാലാക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു ആവശ്യം, വലിയൊരു ആവശ്യം. ദീർഘനാളത്തെ ആവശ്യത്തിന് വേണ്ട നടപടിയെടുക്കാൻ വേണ്ടി മിനിസ്റ്റർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റിൽ നിന്നും ചേലക്കര പഴയന്നൂർ ഭാഗത്തേക്ക് പോയ ആനകളെ മുഴുവൻ മറ്റേ കാട്ടിലേക്ക് കയറ്റിക്കൊണ്ട് റെയിൽ ഫെൻസിങ് ചെയ്യുന്നതിനുള്ളൊരു നടപടിയും സ്വീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഓരോ ജനങ്ങളുടെയും കാര്യങ്ങൾ കൃത്യമായി കേട്ടുകൊണ്ടാണ് ഒരു മറുപടി മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ മാധ്യമ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന പൊതുപ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. നമസ്കാരം. ജനങ്ങളുടെ ഒരു വലിയൊരു എന്താ പറയുക സ്വപ്നം അതല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ മന്ത്രി അടങ്ങുന്ന ഉദ്യോഗസ്ഥരടക്കം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം വേണ്ടി വന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വിഷമമുണ്ട്. എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇരുമ്പാലം നിവാസികൾ പരിസര പെരുന്നുമ്പയും കണക്കന്നെ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ ആനയുടെ വലിയ ശല്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തെ ജനവാസ മേഖലയിലെ ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ചയിൽ ഏറെയായി ഈ ഇരുമ്പുപാലം കുതിരാൻ കേന്ദ്രീകരിച്ച് ഈ ഒരു ആനയുടെ ശല്യം അതിരൂക്ഷമായി വന്നിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഞങ്ങളുടെ പ്രദേശനിവാസിയായിട്ടുള്ള ഫോറസ്റ്റിലെ താൽക്കാലിക വാച്ചർ കൂടിയായിട്ടുള്ള ഫിലിപ്പ് എന്ന ബിജുവിന് ഭാഗ്യം കൊണ്ട് മാത്രം തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആനയുടെ തുമ്പിക്കൈയിൽ നിന്നും കോരിയെടുത്ത ആനയുടെ തുമ്പിക്കൈയിൽ നിന്നുമാണ് ആ സുഹൃത്ത് രക്ഷപ്പെട്ടത്. തീർച്ചയായിട്ടും ഭാഗ്യമാണ്. ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടയിൽ ഫോറസ്റ്റുകാർ അവരാൽ കഴിയുന്ന രൂപത്തിലൊക്കെ അതിനെ പ്രതിരോധിക്കാനും അതിനെ ചെറുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണതയിലെത്താത്തൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം പ്രതിഷേധങ്ങളുണ്ടായി. ഈ പ്രദേശത്തിൻ്റെ MLA കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കെ രാജൻ ഈ വിഷയത്തിൽ നന്നായിട്ട് ഇടപെട്ടു. RRTകൾക്ക് മതിയായ വാഹനമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ വാഹനം അംഗീകരിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിൻ്റെ ഫോറസ്റ്റ് വകുപ്പിൻ്റെ മന്ത്രി ഈ ഇരുമ്പുപാലത്ത് നേരിട്ട് വരികയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് അവരോട് ഞങ്ങളോടെല്ലാം നേരിട്ട് സംസാരിച്ചു. പ്രശ്ന പരിഹാരം എന്ന നിലയ്ക്ക് അടിയന്തരമായും അണുക്കന്നെ ദീർഘകാലാടിസ്ഥാനത്തിലും ഇതിന് പരിഹാരം 2 തരത്തിലായതുകൊണ്ട് തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ വിദഗ്ധരുമായി അതിൻ്റെ വേണ്ടപ്പെട്ട ഉന്നതരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കാമെന്നും തൽക്കാലം ഇവിടെ ആവശ്യമായ ഫെൻസിങ് അതേപോലെ തന്നെ റെയിൽ ഫെൻസിങ് ഉൾപ്പെടെ കണക്കാൻ RRTകളെ കൂടുതൽ പരിചയസമ്പന്നരായ RRTകളെ നിയോഗിക്കുക, അവർക്ക് മതിയായത്ര വാഹനം കൊടുക്കുക, കൂടുതൽ സമയം ഇവിടെ പെട്രോളിംഗ് നടത്തുക ഫോറസ്റ്റുകാരുടെയും ഒപ്പം പോലീസിൻ്റെ കൂടി സഹായം വാങ്ങി തരാമെന്നാണ് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മിനിസ്റ്ററുടെ വരവ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ അമ്മമാർക്കും എല്ലാവർക്കും വളരെ ബോധ്യം വന്നതും അതേപോലെ തന്നെ നടക്കുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ അപകടം പറ്റിയ ബിജുവിന് താൽക്കാലികമായി ഫോറസ്റ്റുകാർ ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്തു. അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. അതിനും പരിഹാരം ഉണ്ടാക്കാവുന്നതാണ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇത് സൂരജ് 24 റിപ്പോർട്ടറാണ്. നിരവധി മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്. ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എല്ലാ ചാനലിനോടും. കാരണം ഇങ്ങനെ ഒരു വിഷയം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആവശ്യപ്പെടുകയല്ലാതെ ഈ റോഡ് ഇപ്പോൾ തുറന്നു കൊടുക്കണമെന്നൊരു ആവശ്യം ചർച്ച ചെയ്യണമെന്ന് മിനിസ്റ്റർ പറഞ്ഞു. അപ്പോൾ എന്തായാലും 24 ഉണ്ട്, അതുപോലെ തന്നെ റിപ്പോർട്ടർ, മനോരമ, എല്ലാവിധ ചാനലുകളുണ്ട്. അപ്പോൾ
ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ദീർഘനാളായി നമ്മളൊക്കെ ആവശ്യപ്പെടുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ ചുറ്റും ഈ നാട്ടുമൃഗങ്ങളെ പോലെയായി കാട്ടാനയും മറ്റുള്ളവരൊക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർശനം അതല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി മുമ്പേ വേണമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു വർഷം മുമ്പേ ഈ ആന ഈ പ്രദേശത്ത് ഇറങ്ങുകയും ഈ പ്രദേശത്ത് ശല്യം ചെയ്യുകയും ചെയ്തിരുന്നതാണ്. ഈ ആനേനെ ഓടിക്കാൻ അന്ന് നമ്മൾ ഫോറസ്റ്റ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞത് ഇതിൽ ഫെൻസിങ് എത്രയും പെട്ടെന്ന് പാസ്സായിട്ടുണ്ട് ഇടുന്നതാണ്. ഒരു വർഷം മുമ്പ് ഇതുവരെ ആ ഫെൻസിങ് ഇട്ടിട്ടില്ല. ഇട്ട ഫെൻസിങ്ങോ ക്ലിയർ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഇട്ട ഫെൻസിങ് എവിടെയും ക്ലിയർ ചെയ്തിട്ടില്ല. ഫെൻസിങ് ഇട്ട് പോകുന്നുണ്ട്, അതിൽ കാട്ടുവള്ളി കയറിയാൽ പോലും അതൊന്ന് മുറിച്ച് കളഞ്ഞ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ആയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ആനേനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ആനേനെ പരമാവധി ഇവിടുന്ന് കയറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുക എന്നല്ലാതെ ഇത് അക്കരെ പോയി ആ മുകളിലേക്ക് കയറ്റിയാലും 8-ാം വാർഡ് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ 8-ാം വാർഡിലും പ്രശ്നമാണ്, ഇങ്ങോട്ട് വന്നാൽ 7-ാം വാർഡിലും പ്രശ്നമാണ്. ഈ ആന ജനവാസ മേഖലയിൽ നിന്ന് ഒരു കാരണവശാലും മാറിപ്പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആനേനെ ഇവിടുന്ന് മാറ്റിക്കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ കുതിരാനിൽ നിന്നാണ്, ഇരുമ്പുപാലത്ത് നിന്നാണ് പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ഏറെ നാളത്തെ ആശങ്ക, അതല്ലെങ്കിൽ ഒരു നമ്മളെ ഏറ്റവും ആദ്യം നമ്മളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആന ഇറങ്ങുകയും ആക്രമിച്ചു, അതുപോലെ ഫോറസ്റ്റ് വാഹനം ആക്രമിച്ചു. അങ്ങനെ നിരന്തരമായി കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ വനം മന്ത്രി എത്തിയിരിക്കുകയാണ്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നിലവിൽ ഈ റോഡ് ചാലാക്കി ഇതിലൂടെ വാഹനം കടത്തിവിടുന്നതിന് വേണ്ട നടപടികൾ ഉടൻ അതിൻ്റെ നിയമപരമായ നടപടിയിലേക്ക് നീങ്ങണം എന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ആ കാട്ടിലെ ചേലക്കര ഭാഗത്തിലേക്ക് പോയ ആനകളെയൊക്കെ ഓടിച്ച് ഇപ്പുറത്തെ കാട്ടിലേക്ക് തന്നെ കയറ്റിക്കൊണ്ട് അവിടെ ഫെൻസിങ്, ജനവാസ മേഖലയാണ് ആ ഭാഗങ്ങൾ മുഴുവനും, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വലിയ ശക്തമായൊരു ഫെൻസിങ് രൂപപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ ലൈറ്റ് മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ വേണമെന്നാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മന്ത്രിയുടെ പോലെ തന്നെ നിങ്ങളൊരു ഷെയർ അല്ലെങ്കിൽ സപ്പോർട്ടാണ് ഇതുപോലുള്ള വാർത്തകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരമായി നമ്മൾ രാത്രിയും പകലും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ തന്നെ വലിയൊരു സപ്പോർട്ടായിരുന്നു. ഇതുപോലുള്ള വാർത്തകളും ഇതുപോലെ അറിയിപ്പുകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വീണ്ടും നമ്മൾ എത്തുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കുതിരാനിൽ നിന്നും രാഹുൽ വാണിയമ്പാറ.